പാതിരാത്രിക്ക് സിമ്പതി പിടിച്ചു പറ്റാൻ കള്ളക്കണ്ണീരുമായിട്ട് വന്നിരിക്കുക. ഇതുകൊണ്ടൊന്നും ആര്യയുടെ മനസ്സ് അലിയില്ല മായേ. നിന്നേക്കാളും കരഞ്ഞവളാ ഞാൻ. നേരം വെളുക്കുമ്പോ കണ്ണ് തുറക്കുന്നതന്നെ കരയാനായിട്ടാ. ഇപ്പോഴും ആ കണ്ണീര് തോന്നിട്ടില്ല. എങ്ങനെ തോരും? തോരാൻ മനസ്സമാധാനം കിട്ടിയിട്ട് വേണ്ടേ? ദേ, ഇതൊന്ന് വായിച്ചു നോക്ക്. അച്ഛൻ മകൾക്കയച്ച കത്ത് വായിച്ചിട്ട് എന്ത് തോന്നുന്നു? വേദന തോന്നുന്നുണ്ടോ? കഴിഞ്ഞ തവണ കുറച്ച് പണം അയച്ചു കൊടുത്തു. അമ്മയുടെ മരുന്നിന് പോലും ആ പണം തികഞ്ഞില്ല. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ കിടന്ന് നരയിക്കുക അവിടെ രണ്ട് ആത്മാക്കള്. മകൾ എന്തെങ്കിലും അയച്ചിട്ട് വേണം അടുപ്പ് പുകയാൻ. അമ്മയുടെ ആരോഗ്യനില നിലനിർത്താൻ. നല്ല സ്ഥിതിയുള്ള തറവാട്ടുകാരായിരുന്നു. ക്ഷയിച്ചു തുടങ്ങിയത് ഞാൻ അപ്പൂനെ പരിചയപ്പെട്ടതിന് ശേഷം. ഉള്ളതൊക്കെ വിറ്റുപറക്കി അയാൾക്ക് കൊടുത്തു. എന്നിട്ട് തിരിച്ചൊരു നന്ദി വാക്ക് പോലും കിട്ടിയില്ല. കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു സഹായം കിട്ടി. പട്ടിണി. ഇത് മാത്രല്ല, മറ്റു ചിലതുകൂടി അപ്പു എനിക്ക് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില നഷ്ടങ്ങൾ. അതൊന്നും പറയാൻ സമയമായിട്ടില്ല. ആ നഷ്ടങ്ങൾക്കൊക്കെ ഞാൻ കാണുന്ന പരിഹാരം ഇതാ, ഈ വിവാഹം. നിന്നോട് എനിക്ക് സിമ്പതിയുണ്ട് മായേ. പക്ഷേ അതിൻ്റെ പേരിൽ അപ്പുവിനെ വേണ്ടാന്ന് വെക്കാൻ എനിക്കാവില്ല. പറഞ്ഞുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ അപ്പുവിൻ്റെ എൻ്റെ വിവാഹം നടക്കും. അതിന് നീ എതിര് നിൽക്കരുത്. ഇതെന്റെ അപേക്ഷയാ. എനിക്കിപ്പോ ശ്യാമോഹന്റെ കാര്യം ഓർത്തിട്ട് ശരിക്കും ചിരി വരുന്നു മമ്മി. വിജയെ പോലെ അയാൾ അമ്മുമോളെ എടുത്തോണ്ട് പോയത്. ആ, എനിക്ക് അതൊന്നും അല്ല രസകരമായി തോന്നിയത്. നിന്റെ മോളുടെ പെർഫോമൻസാ. എന്ത് തന്മയത്വത്തോടാ അവള് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത്. അതെ, അവൾ എന്റെ മോളാ. അതിന്റെ ബുദ്ധിയും വിവേകവും ഒക്കെ അവക്കുണ്ടാവും. മമ്മി നോക്കിക്കോ, നാളെ മുതൽ അവൾക്ക് ശാപമോക്ഷം കിട്ടാൻ പോവാ. എനിക്കെതിരെ എന്റെ മോള് തിരിഞ്ഞതുകൊണ്ട് മണ്ടനായ ശ്യാമോഹൻ നാളെ മുതൽ അമ്മുമോളെ സ്കൂളിലേക്ക് അയക്കും. മകളെ കൈമോശം വരില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ. എന്നങ്ങ് ഉറപ്പിക്കണ്ട. മകളുടെ കാര്യത്തില് ഭ്രാന്തെടുത്ത് നടക്കുന്നവനാ ശ്യാമോഹൻ. അവന് അമ്മുവിനെ പുറത്തിറക്കുമോ എന്ന് കണ്ടറിയണം. ഇനി പുറത്തിറക്കിയില്ലെങ്കിൽ മകൾ അച്ഛനെ വല്ലാതങ്ങ് വെറുക്കും. മനുഷ്യനായാലും മൃഗങ്ങളായാലും സ്വാതന്ത്ര്യമല്ലേ ഇഷ്ടപ്പെടുക, അല്ലാതെ കൂട്ടിനകത്ത് അടച്ചിരിക്കാനല്ലല്ലോ. ഡോക്ടറായ അയാൾക്കത് മനസ്സിലായില്ലെങ്കിൽ
അയാളുടെ നാശം വളരെ നേരത്തെയാവും. ആ നാളെ അവള് സ്കൂളിൽ വരികയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുവാ മോളെ. അവളെ ഒന്ന് മടിയിലിരുത്തി കൊഞ്ചിക്കാനും അവളുടെ കൊച്ചു കൊച്ചു സംസാരം കേൾക്കാനും കൊതിയാവുക. നാളെ അവൾ സ്കൂളിലെത്തിയാൽ ഉറപ്പായി ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. അല്ലെങ്കിലും അവൾ ഇനി ഇവിടേക്കല്ലേ വരാൻ പോകുന്നത്. അപ്പോ അതിനു മുമ്പൊരു വിസിറ്റ് ആയിക്കോട്ടെ. ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും രണ്ടാം ഭാര്യയോടും ഒക്കെ അയാൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവും. അമ്മു അവളുടെ മമ്മിയെ അടച്ചാക്ഷേപിച്ച കഥ പറഞ്ഞു. സാരമില്ല, വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ ചിരി കണ്ണീരായി പെയ്തിറങ്ങുമല്ലോ. എന്നിട്ട് വേണം നമുക്കൊന്ന് ചിരിക്കാൻ. എനിക്ക് അമ്മയില്ല അച്ഛനേ ഉള്ളൂ എന്ന് അവൾ പറയാറുണ്ടെങ്കിലും അമ്മയെ നേരിൽ കാണുമ്പോൾ ആ ദേഷ്യമൊക്കെ ഇല്ലാതാവുന്ന ഞാൻ കരുതിയത്. പക്ഷേ എടുത്തടിച്ച പോലെ അവൾ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്താണെന്നറിയില്ല, സന്തോഷമാണോ അവളുടെ അമ്മയുടെ മുമ്പിൽ ജയിച്ച അഹംഭാവമാണോ, ആകെ ഒരു വല്ലാത്ത മൂഡിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, രക്തബന്ധത്തിനല്ല സ്നേഹബന്ധത്തിനാ മൂല്യമെന്ന്. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് മോളെ ഞാൻ നിന്റെ മമ്മിയെന്നൊക്കെ പറഞ്ഞാൽ ഏത് പിള്ളേരും മുഖം തിരിക്കും. അമ്മമ്മോൾക്ക് അവളുടെ അച്ഛനാ എല്ലാം. ശ്യാമേട്ടൻ അത് ഓർക്കാതെ അവളെ ശിക്ഷിച്ചതാ കഷ്ടമായി പോയത്. മറ്റെന്തും അവള് സഹിക്കും, അച്ഛന്റെ മുഖം കറക്കുന്നതൊഴിച്ച്. എന്നുവെച്ചാ ഗായത്രി അമ്മൂനെ അന്വേഷിച്ചെന്ന് അറിഞ്ഞിടം മുതല് വിരളി പിടിച്ച പോലെ അല്ലായിരുന്നോ? പഠിക്കാൻ വിടാതിരിക്കുക, വീടിനകത്ത് പൂട്ടിയിടുക. കുട്ടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തും തോറും അവർ ദിശ തെറ്റി സഞ്ചരിക്കാൻ തുടങ്ങും. ഗായത്രി നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അമ്മുമോളെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തോ അത് തന്നെ തുടർന്നാൽ മതി. എന്ന് വെച്ചാൽ നാളെ മുതൽ മോളെ സ്കൂളിൽ വിടണമെന്നർത്ഥം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു വെച്ചാ ഇനി എവിടെ വിട്ടാലും എൻ്റെ മോളെ എന്നെ മറന്ന് ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിലായി. ഹലോ, ആ എന്താ വക്കീലേ? വാട്ട്? ഇപ്പോഴെന്താ ഇങ്ങനൊരു തീരുമാനം? ഛേ, ഈ അവസാന നിമിഷം താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ? ഹലോ ഹലോ, എന്താ ശ്യാം? അവൾ നന്നായി പണം അറിഞ്ഞു. അഡ്വക്കേറ്റ് സാമുവൽ കേസിൽ നിന്ന് പിന്മാറി. ഹലോ, മകളുടെ പ്രകടനം കണ്ട് സന്തോഷിച്ചതല്ലേ? അതിന് എന്റെ വക ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്തു തോന്നുന്നു? നിന്റെ പരാജയം ഉറപ്പായെന്ന്. നീ നോക്കിക്കോ, ആര് കാലം അറിയാലും എൻ്റെ മോൾ എനിക്കൊപ്പം നിൽക്കുന്നിടത്തോളം ജയ എനിക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഇതൊക്കെ വാശിമൂത്തൊരു പെണ്ണിൻ്റെ താൽക്കാലിക ആശ്വാസം. അത് കെട്ടടങ്ങും ചുരുങ്ങിയ ദിവസം കൊണ്ട്. ഇവിടെ മതി. വരുന്നുണ്ട്. ഇനി ആരുടെ തലയെടുക്കാനാന്നോ എന്തോ. ആഹാ, ഹോ, ഭാഗ്യം. അച്ചായനെ തേടിയാ വന്നത്. ഗേറ്റ് കടന്നപ്പോ കണ്ടതും അച്ചായനെ തന്നെ. നീ എന്നാത്തിനാ ആര്യ എന്നെ കാണുന്നേ? എന്റെ ഗ്യാസും കുറ്റിയൊക്കെ തീർന്നില്ലായോ? അങ്ങനെ അങ്ങ് നിരാശനായാലോ അച്ചായ? ഒന്നുമില്ലെങ്കിലും മുഖത്തൊരു കൊമ്പം മീശയൊക്കെയുള്ള ഒത്തൊരു പുരുഷനല്ലേ അച്ചായൻ? അങ്ങോട്ട് മാറിക്കേ. പരിചയപ്പെട്ട നാള് മുതൽ ഇതുപോലെ ഒരുപാട് സൂപ്പീരിയർ നമ്പറുകൾ ഞാൻ കേട്ടതല്ലയോ? ഇപ്പൊ വന്നത് എന്നാത്തിനാന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായി. എനിക്ക് അച്ചായനെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്നതാ? സാധാരണ അച്ചായനെ കൊണ്ട് എന്താ ആവശ്യം? പണം തന്നെ. പണമോ? എന്താ അങ്ങനെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷേ
നിനക്ക് തരാൻ എന്റെ കയ്യിൽ പണമില്ല. ആദ്യം തന്നത് തിരിച്ചുതാ, അത് കഴിഞ്ഞ് നോക്കാം ഇനിയൊരു ഇടപാട് വേണമോ വേണ്ടായോ എന്ന്. വേണ്ടെങ്കി വേണ്ട. പണം കിട്ടാത്ത സ്ഥിതിക്ക് മറ്റെന്തെങ്കിലും നേട്ടം വേണമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നടന്നതൊക്കെ വളരെ വിശദമായിട്ട് ആലിസിച്ചോട് പറയാം. ഉണ്ടോ ചേച്ചി അകത്ത്? ഞാനൊന്ന് കാണട്ടെ. അല്ലല്ല അല്ല, നിക്ക്. മനുഷ്യനെ ഇങ്ങനെ ഇച്ഛ വരപ്പിക്കരുത്. പൊട്ടിക്കാൻ നിന്റെ പക്കലൊരു അമിട്ടുണ്ടെന്ന് കരുതി സമയവും സന്ദർഭവും സാഹചര്യവും നോക്കി വേണം അത് പൊട്ടിക്കാൻ. അതിനൊക്കെ പറ്റിയ സാഹചര്യം ഇപ്പോഴാ. ദേ ആര്യെ, മനുഷ്യനെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. ഒന്നുമില്ലേലും ഞാൻ നിനക്ക് ഉപകാരം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. ഉപദ്രവം ചെയ്തേനെ. എന്റെ കയ്യില് ആലീസ് എന്തൊരു പിടിവള്ളി ഇല്ലായിരുന്നെങ്കിൽ. ആ മതി മതി മതി. നിനക്കിപ്പോ എത്ര കാശാ വേണ്ടേ? ഇപ്പോ ഒരു 10,000. എന്റെ കർത്താവേ, 10,000മോ? അതെ, 1 4 0. ഒരു 0 കളഞ്ഞൂടെ? അല്ല, എല്ലാ 0 കളയാം. അപ്പൊ തരാൻ എളുപ്പമായിരിക്കുമല്ലോ. എന്നാലും സ്വന്തം അനിയത്തിയെ പോലെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ആലീസ് ചേച്ചിയുടെ അച്ഛനെ തന്നെ. എനിക്ക് പണം തന്നെന്ന് കരുതി ആലീസ് ചേച്ചി ഒന്നും പറയാൻ പോകുന്നില്ല. ചിലപ്പോ 4 0 5 തരാൻ പറയും. ആഹാ, ആ, ദേ വരുന്നു കുഞ്ഞുമോളെ, നീ എപ്പോ വന്നു? കുറച്ചു നേരായി. അച്ചായനോട് വാചകടിച്ച് നിന്നപ്പോ അകത്തേക്ക് വരാൻ തോന്നിയില്ല. എന്നാ ഇനി വാ. എന്റെ കർത്താവേ, എന്റെ ജീവിതം നായല്ല, ഈ പിശാചി തന്നെ നക്കാൻ പോന്നേ. അയ്യോ. ആലീസ് ചേച്ചി എത്ര ഭാഗ്യവതിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴെന്താ അങ്ങനെ തോന്നാൻ? ഇഷ്ടം പോലെ സ്വത്തുക്കള്, ഇഷ്ടം പോലെ പണം, സ്നേഹം തന്നു കൊല്ലാൻ ജെയിംസ് അച്ചായനും. ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? സ്നേഹിക്കാനും ഒക്കെ അനുഭവിക്കാനും ഒരു കുഞ്ഞിനെ കർത്താവ് തന്നില്ലല്ലോ. ആ, സെന്റിമെന്റ്സ് തുടങ്ങി. ചേച്ചി, ഇക്കാലത്ത് മക്കളുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. മക്കളായിട്ട് 2 പേരില്ലേ? എന്നിട്ട് അച്ഛനും അമ്മയ്ക്ക് എന്താ പ്രയോജനം? കണ്ണീരല്ലാതെ. നിന്റെ ചേട്ടന്റെ വിവരമൊന്നും? വേണ്ട ചേച്ചി, മറക്കാൻ ശ്രമിക്കുന്ന കാര്യം വെറുതെ എന്നെ ഓർമ്മിപ്പിക്കണ്ട. എണ്ണൊന്നും വേണ്ടെന്നേ, മുഴുവനും ഉണ്ടാവും. പിന്നെ ഒരു സത്യം പറയട്ടെ, അച്ഛൻ്റെ ഈ വീടൊരു ബാങ്കാ. എപ്പ വന്നാലും റെഡി ക്യാഷാ. എന്ന് കരുതി കള്ളന്മാരെ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കല്ലേ. അത്രയ്ക്കൊന്നും ഇവിടെ ഇല്ലായേ. ഇവിടെ കള്ളന്മാരൊന്നും വരത്തില്ലെന്നേ. ഭൂലോക കള്ളൻ ഇവിടെ ഉള്ളപ്പോ ഈ കള്ളനെ മീറ്റ് ചെയ്യാൻ ഇനി മറ്റൊരു കള്ളനോ? ആ, അച്ഛൻ വിഷമിക്കണ്ടെന്നേ. ഈ പണമൊക്കെ ഞാൻ തിരിച്ചു തരും. ഞാൻ ചത്തിട്ടായിരിക്കും. ഓ, പറഞ്ഞതുപോലെ ചാവാനുള്ള നമ്പറുകളാണല്ലോ കയ്യിൽ മുഴുവൻ. എന്റെ മാതാവേ,